റഷ്യ യുക്രൈൻ സംഘർഷം 3 വർഷം പിന്നിടുമ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കടന്ന യുക്രൈൻ സൈനികർക്കും നാറ്റോ കൂലിപ്പടയാളികൾക്കും സംഭവിച്ച ആൾനാശത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം കുർസ്ക് മേഖലയിൽ മാത്രം ഏകദേശം 76,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 വർഷം പിന്നിട്ട യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ കണക്കുകൾ യുക്രൈനും അവരെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കുർസ്ക് മേഖലയിലെ ഈ ഞെട്ടിക്കുന്ന ആൾനാശം യുക്രൈൻ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടാകാവുന്ന മൊത്തം ആൾനാശത്തിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണെന്ന് യുദ്ധവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ യുദ്ധത്തിലെ യഥാർത്ഥ ചിത്രം മറച്ചുവെച്ച് തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്നുവെന്ന റഷ്യയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ. ഈ കണക്കുകളിലൂടെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ പൊളിക്കുക എന്ന ലക്ഷ്യം റഷ്യ പ്രകടമാക്കിയിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ മുഴുവൻ കണക്കുകളും പുറത്തുവിടുമെന്നാണ് റഷ്യ നൽകുന്ന സൂചന. നിലവിലെ യുക്രൈന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. റഷ്യയുടെ സൈനിക മുന്നേറ്റം തടയാൻ നാറ്റോ രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് യുക്രൈനോട് ചേർന്ന് കിടക്കുന്ന റഷ്യൻ പ്രദേശമായ കുർസ്ക് മേഖലയിലേക്ക് യുക്രൈൻ സൈന്യവും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളും അതിക്രമിച്ച് കടന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. കുർസ്ക് മേഖല തിരിച്ചുപിടിക്കാനും അക്രമികളെ തുരത്താനും റഷ്യ പ്രധാനമായും നിയോഗിച്ചത് ഉത്തര കൊറിയൻ സൈനികരെയാണ്. യുക്രൈനിലെ മറ്റ് മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യൻ സൈനികരെ തിരിച്ചു വിളിക്കാതെയും റിസർവ് സൈനികരെ രംഗത്തിറക്കാതെയും ഉത്തര കൊറിയൻ സൈന്യത്തിന് പോരാടാനുള്ള ഒരു അവസരമാണ് റഷ്യ ഇതുവഴി സൃഷ്ടിച്ചത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുണ്ടായ സൈനിക കരാർ പ്രകാരമാണ് ഈ സൈനിക വിന്യാസം സംഭവിച്ചത്. ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ആര് ആവശ്യപ്പെട്ടാലും സൈന്യത്തെ വിട്ടു നൽകുമെന്നത് പൊതുധാരണയാണ്. അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ സുരക്ഷാ കരാർ പ്രാബല്യത്തിൽ വന്നത് മുതൽ റഷ്യയുടെ ചുമതലയിലാണ്. ഇത് അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തുന്ന കരാർ കൂടിയാണ്. അമേരിക്ക വരെ എത്താൻ കഴിയുന്ന നിരവധി ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയയും അതിന്റെ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെയും സാക്ഷാൽ അമേരിക്ക പോലും ഭയപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു പുറമെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത ശത്രുവായ ഇറാനും ഉത്തര കൊറിയയ്ക്ക് നല്ല ബന്ധമാണുള്ളത്. റഷ്യ ഉത്തര കൊറിയ മോഡൽ ഒരു സൈനിക കരാർ അധികം താമസിയാതെ തന്നെ ഇറാനുമായും റഷ്യ ഉണ്ടാക്കുമെന്നും ഇറാനിൽ റഷ്യ സൈനിക താവളം തുറക്കുമെന്നുമുള്ള ഭയം അമേരിക്കൻ ചേരിക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചിന്തിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. റഷ്യ ഉത്തര കൊറിയ ഇറാൻ സൈനിക ചേരി അധികം താമസിയാതെ തന്നെ രൂപപ്പെടുമെന്നും ചൈന ഇതിന്റെ ഭാഗമാകുമെന്നും കരുതുന്ന അമേരിക്ക ഇന്ത്യയുടെ നീക്കങ്ങളെയും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പാകിസ്ഥാനോടുള്ള അമേരിക്കൻ താൽപര്യം തുടർന്നാൽ റഷ്യയുടെ പുതിയ സൈനിക ചേരിയിലേക്ക് ചേരാൻ ഇന്ത്യൻ നിർബന്ധിതരാകാൻ സാധ്യതയുണ്ട്. അതും കൂടി സംഭവിച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ ചേരിയുടെ അവസാനത്തിനാണ് തുടക്കമാവുക. ഡോളറിന്റെ ശക്തിയും അതോടെ തകർന്ന് തരിപ്പണമാകും. അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ അമേരിക്കൻ ചേരിയെ കൈവിടും. ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും നയിക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയുമായി അറബ് രാജ്യങ്ങൾ സഹകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന നടപടിയാണ്. അതേസമയം റഷ്യൻ ചേരിക്ക് ആധിപത്യം നൽകുന്ന ഒരവസ്ഥയിലേക്ക് ലോകക്രമത്തെ അമേരിക്ക കൊണ്ടുപോകരുത് എന്നാണ് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഗ്രഹിക്കുന്നത്. റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഫ്രാൻസ് പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സഹായം നൽകി ആ രാജ്യത്തെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത്. കുർസ്ക് മേഖല മോചിപ്പിക്കാൻ റഷ്യൻ സേനയ്ക്കൊപ്പം ചേർന്ന് തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം ഉത്തര കൊറിയൻ സൈനികർ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചതാണ് വ്ളാഡിമിർ പുടിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. വളരെ ചെറിയ സൈനിക നഷ്ടം മാത്രമാണ് ഈ മേഖലയിൽ റഷ്യൻ ചേരിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ രക്തരൂക്ഷിതമായ കുർസ്കിലെ പോരാട്ടത്തിൽ 76,000-ലധികം പേരാണ് യുക്രൈൻ ഭാഗത്ത് നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണിത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കയ്യേറിയ കുർസ്ക് മേഖലയിലെ ചില അതിർത്തി പ്രദേശങ്ങൾ ഈ ഏപ്രിലിലാണ് റഷ്യ പൂർണ്ണമായും തിരിച്ചുപിടിച്ചത്. അതിർത്തി കടന്നുള്ള യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് റഷ്യൻ പ്രദേശത്തെ മോചിപ്പിക്കാൻ സഹായിച്ച ഉത്തര കൊറിയൻ സൈനികർക്ക് നന്ദി പറഞ്ഞ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 2025 ജൂലൈ 12 വോൺസാൻ കൽമ റിസോർട്ടിൽ ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൻ ഹുയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ വീര സൈനികർ റഷ്യൻ സൈനികരോടൊപ്പം ചേർന്ന് കുർസ്ക് മേഖലയുടെ വിമോചനം അവരുടെ രക്തവും ജീവനും പണയപ്പെടുത്തി വേഗത്തിലാക്കിയെന്നാണ് ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചിരുന്നത്.